ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ അങ്ങളെ. ഹാപ്പി ന്യൂ ഇയർ മക്കളെ. നല്ലത് വരട്ടെ മക്കളെ. അച്ഛനെങ്ങനെയുണ്ട് മോനെ? അച്ഛനിപ്പോ ഇപ്പോഴങ്ങനെ തന്നെ ഒരു മാറ്റമൊന്നും ആയിട്ടില്ല. സോഡിയത്തിന്റെ കുറവ് സ്റ്റേബിൾ ആയിട്ടില്ല. പിന്നൊക്കെ ഓർമ്മ പഴയ പോലെ തന്നെ വീണ്ടോട്ട് കിട്ടില്ല. അങ്ങനെ എടുക്കണം. സോഡിയത്തിന്റെ ലെവൽ ശരിയാവാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം ശരിയായി വരും മോനെ, ധൈര്യമായിട്ടിരിക്കും. ചേട്ടാ, അന്ന് നമ്മൾ സഹായിച്ച് ആധാരം എടുക്കാൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വഴിയാധാരായിരുന്നു. ഇന്നോട് പലിശയായിരുന്നു. മോനന്ന് ബാങ്കിന്റെ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ചിട്ടി വിളിച്ചതും പറഞ്ഞില്ലേ മോൻ? സൊസൈറ്റിയിലേക്ക് മാറാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് മേനോൻ ചേട്ടൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അത് ശരിയാക്കി തന്നത്. സഹായിച്ചത് വലിയൊരു മറക്കില്ല. ഞങ്ങൾ പോകുന്നു പ്രശ്നങ്ങളും തീർന്നില്ല മേനോൻ ചേട്ടാ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അപ്പോൾ അതേ ഭാര്യയ്ക്ക് വയ്യ, ഹൈബ്രോയിഡ്, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അവനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ തൊഴിലിറങ്ങിയിട്ട് ഉണ്ണിയാളെ ഭാര്യ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുക. ഒന്നും പ്രശ്നങ്ങളാണ്. വളരുണ്ടെന്ന് പറയണ ഹൈബ്രോയിഡ് വളർന്നാൽ കാണിക്കും. എവിടെയാ ഹൈബ്രോയിഡ്? മാറിലാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ വളർച്ച ഉണ്ടില്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമതും ഒരു സംശയം തോന്നി. അമലിൽ ചെക്ക് ചെയ്തപ്പോൾ സ്കാൻ ചെയ്യണം, വളർച്ച ഉണ്ടെന്ന് പറയണു. അപ്പോൾ പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൂല് രണ്ടാമതൊന്ന് കാണിക്കാൻ വെച്ച് ആകെ പേടിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. സുധീഷേ, ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം മേനോൻ ചേട്ടന് വിവരം അറിയിക്കണം. നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ പ്രശ്നം വിചാരിക്കണ്ട. മേനോൻ ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും കേട്ടോ. എന്നാ ശരി കേട്ടാ. ഹായ് മേനോൻ ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ പരിപാടി എന്തായി? ഇന്നാണ് വെച്ചുള്ളത്. ഇന്നാണ് സദ്യയൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരണം. നമ്മളൊപ്പമുണ്ട്. ഇതൊക്കെയല്ലേ നാടിന്റെ ആവശ്യമുള്ള കാര്യങ്ങള്. ഞങ്ങളുണ്ടായിരിക്കും. മേനോൻ ചേട്ടാ എന്ത് കാര്യം ചെയ്തോ എന്നെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. അതറിഞ്ഞില്ലേ? നമ്മുടെ അഗതി മന്ദിരല്ലേ, എല്ലാ വർഷവും നമ്മുടെ മേനോൻ ചേട്ടാ നമ്മുടെ എല്ലാ അന്തേവാസികൾക്കും സദ്യ കൊടുക്കുന്നുണ്ട്. പിന്നെ മേനോൻ ചേട്ടാ ഈ നാടിന്റെ ഒരു ഐശ്വര്യം. അല്ല, അത് ചിലർ ഒരു ഐശ്വര്യം തന്നെയാണത്. അതെ അതെ അതെ. അമ്മേനഞ്ചോട്ടന്റെ പോലെ തന്നെ കേട്ടാ ആളുടെ വൈഫും എത്ര മനോഹരമായിട്ടുള്ള ചിരിയാ. ആ ചിരിയിൽ തന്നെ തീരും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും. ചിരി മാത്രല്ല, പുള്ളിക്കാരത്തിന്റെ വാക്കും പ്രവൃത്തികളും. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മാനേജർ ഉണ്ടായിരുന്നില്ല അവിടെ. ഒരു സഹായത്തിന് വേണ്ടി പോയതാണ്. അത് ചോദിച്ച ഉടനെ പുള്ളിക്കാരത്തി എടുത്തു തരിക സന്തോഷത്തോടു കൂടി. എനിക്ക് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു വൈകിയെങ്കിലും അതിന്റെ ഒരു ഒന്നും നമ്മളോട് പ്രകടിപ്പിക്കുന്നില്ല. കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഉച്ചക്ക് കാണണം സദ്യക്ക്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അമ്പേരെ സദ്യയുടെ കാര്യത്തിലോ തീരുമാനമായി. അവ കാണണം. ശരി. അമ്പാടി എവിടുന്ന രാവിലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. നാളെ ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. എവിടേക്കാണ് ഉത്തര ധൃതിയിൽ പോണ്? കാനൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. കാലത്ത് തന്നെ എവിടുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾ നേരത്തോടെ തന്നെ തുടങ്ങിയ ഈ നമ്പ്യാരൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങളെ ഇന്ന് രാവിലെ നേരത്തോടെ പോയി, അല്ലെങ്കിൽ എങ്ങനെ കിട്ടാനാ? ഭയങ്കര അടുക്കാൻ പറ്റില്ല അവിടേക്ക്. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനിയിപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ മോഹൻ കയ്യിൽ നിന്നോട്ടെ രമണ. ഇതിന്ന് ഒരു തുള്ളി കിട്ടില്ല ചേട്ടാ. ഞാനേ കള്ളൂടി നിർത്തുന്ന ദിവസം ഇന്നത്തോടു കൂടി സുഗുണൻ കള്ളുകൂടി നിർത്തും. അപ്പൊ സുഗുണ കള്ളൂടി നിർത്താൻ പോവാ?
പിന്നെ കാലത്തിന്റെ അനിവാര്യമായ മാറ്റം കണ്ടു പഠിക്കട്ടെ രമണ. വഴി പറയണം മുണ്ടയ്ക്ക നമ്പ്യാരെ. നീ എന്താ അവിടെ ഇരിക്കണ്? കേരളം പാടിയാ ശൈലേച്ചി ഷീലേച്ചിനെ നീ കണ്ടിട്ടില്ലേ? നീ ഇങ്ങോട്ട് കയറി വാടാ. വാവേ ഷീലേ. ആ മോൾട്ടി അമ്മ എവിടെ? അതെ. അച്ഛ വന്നടേ. നിങ്ങളുടെ ആറാട്ടിന്ന് നേരത്തെയാണ് അല്ലേ? ശൈലേച്ചി ഷീലേ നിർത്തി. ഇന്നത്തോടെ പരിപാടി നിർത്തി. എന്തുട്ട് ഈ കള്ളുകൂടിയാ? ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാണ്. ഇത് അതുപോലെയല്ല ശൈലേച്ചി. സുഗുണം നിർത്തിന്ന് പറഞ്ഞ് നിർത്തി. ഇന്നത്തോടെ നിർത്തും. ഉവ്വ് നീയൊക്കെയല്ലേ കൂട്ട്. ഈനാന്തേച്ചിക്ക് കൂട്ടും മരപ്പട്ടി. ഷീലേ ഇത് ഞാൻ മുന്നേ പറയണ പോലെയല്ല. സോണാൻ നാളെ മുതൽ കൈ കൊണ്ട് തൊടില്ല. സത്യം സത്യമായിട്ടും നീയാണ് എന്റെ പൊന്നു മോളാണ് സത്യം. ഞാൻ ഈ സ്ഥാനം ഇനി കൈ കൊണ്ട് തൊടില്ല. എന്റെ കൃഷ്ണ ഗുരുവരപ്പാ, നീ ഇത്രയെങ്കിലും എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അമ്പാടി നിനക്ക് ഞാൻ ചിക്കൻ കറി എടുത്തിട്ട് വരാം കേട്ടോ. രാമണന് നമ്പേരും വന്നതിന് ചോദിച്ചു കേട്ടില്ലേ? പഴേ നമ്മള് നിർത്തും. ഇനി 2024 എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ്. അതെന്തായാലും നിർത്തന്നെ. എല്ലാവരുടെ മുന്നിലും നമുക്ക് അവര് മാറ്റണം. നമുക്ക് നമ്മള് നമ്മള് ഈ സാധനം കൊണ്ടല്ല ഈ വിലയിലുണ്ടായത്. നമ്മൾ നിർത്താണ്ടാ ഓക്കെ. നാളെ കുടിയില്ല കേട്ടാ. തിരക്കി കുടിയില്ല കുടിയില്ല. നിനക്ക് വീട്ടിൽ പോണ്ടേ? നീ കഴിക്കേ. എന്താ പിറ്റേ നീ പറ്റോ? ഞാൻ കൊണ്ടുപോയി തരണം തന്നെ. ചേട്ടാ അവിടെ കിടന്നോ? നീ തന്നെ പോവല്ലേ? വലിയ ആളായി ഭയങ്കര കപ്പാസിറ്റി. നീ ആകെ ഒരു പൊടിക്കുപ്പി സാധനം കുടിച്ചു നിർത്തുക. അവിടെ പോയി കിടക്കുക. എവിടെ പോയി കിടക്കുക? എന്താണ് സമയത്രേ? സമയം 10 മണിയായി. 10 മണിയായാ? 10 മണിയായി. എന്തൊരു കഷ്ടണ്ടായേ. നല്ലൊരു ദിവസമായിട്ട് നിനക്കൊരു നേരത്തെ വിളിച്ചാൽ എന്താ കുഴപ്പം? ഓ വിളിച്ചാ നേരത്തിന് എണീക്കുന്ന ഒരാള്. പുതുവർഷമായിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോവാന്ന് വിചാരിച്ചതാ. നിങ്ങക്ക് വേണ്ടി 10 മണിക്കാട് അമ്പലം തുറന്നു വെച്ചിരിക്കുക. നീ എവിടെ പോയി കിടന്നിരുന്നാണ് ഷാവി?
നിങ്ങളൊന്ന് ആദ്യം പോയിട്ടൊന്ന് കുളിക്ക്. നാറിട്ട് നിക്കാൻ വയ്യ മനുഷ്യൻ. ആ മുണ്ടൊക്കെ ഒന്ന് മാറ്റിട്ട് വായത്. നീ എവിടേക്ക് ഈ വാലുമത്തി പിടിച്ച പോലെ പോണം? അടുക്കളേക്ക്. അടുക്കളയിൽ വന്നിട്ട് പണി പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു തരും. അതെ, അവിടെ നിങ്ങൾ ആരെങ്കിലും അടിയന്തരം നടക്കില്ല. ഒരു പുതിയ മനുഷ്യനാണ് ശീല കൊച്ചമ്മേ. നടക്ക. ഈ മനുഷ്യൻ കുളിച്ചിട്ട് വീണ്ടും വന്നു കിടന്നാ. ഞാൻ ഓടാമെന്നല്ല. സൂണില്ലേ അവിടെ? ഒന്ന് വിളിക്കൂ. നീക്കിലെ പുറത്താ ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ടുണ്ടോ? ഒന്ന് നീക്കേ. നീക്കി അവിടെ പുറത്തൊരാള് വന്ന് നിക്കണ്ടത്. ആ ഓട്ടോറിക്ഷക്കാരൻ വന്ന് നിക്കണ്ട്. ആവ പോയി ചോദിക്കും. ഞാൻ ഇരിക്കാമെന്നല്ല. നീ എന്ത് പണി തൂണ കാണിച്ചേ? നീ ഇന്നലെ പൈസ തരാന്ന് പറഞ്ഞ എന്തോരം നേരം അവിടെ വെയിറ്റ് ചെയ്തു. നീ പൈസ എടുത്തിട്ട് വന്ന നീ എന്തിട്ട് ഈ ആലോചിക്കണേ? ഞാൻ ഇന്നലെ ഒരു തുള്ളി അടിച്ചിട്ടില്ല. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? ഇന്നലെ 1-ാം തീയതി ആയിട്ട് കണിങ്ങളുടെ ആൾക്കാരെ കുടുംബത്തെ വിളിച്ച് കയറ്റിട്ട് തോറ്റുപോയി ഞാൻ നിങ്ങളെ കൊണ്ട്. തനിക്ക് എത്ര രൂപ തരാനുള്ളത്? 150 രൂപ. 150 രൂപ. ഇത് നിനക്ക് 150 രൂപ അല്ലേ? 10 രൂപ 2 പെഗ് അടിക്കാൻ സോണാ. ഇത് തന്റെ കാശ്. സോണാ ഹാപ്പി നേരാ. ഓടനടി 1-ാം തീയതി 150 രൂപ കുടുംബത്തിൽ കയറി വന്നിരിക്കുക. തല പൊങ്ങാണ്ടിരിക്കുമ്പോഴാണ് അമ്മയും ചേട്ടനും വരുന്നതാ. വാവേ, മാമനും അമ്മമ്മയൊക്കെ വരണോ? എന്തോ അവേ കുഞ്ഞു അച്ഛൻ കേരളയാ ഒന്നു പിന്നോ ഇതാരത്? മനസ്സിലായില്ലേ? നമ്മുടെ മനുഷ്യനല്ലേ? അച്ഛനിപ്പോ ഒരു 20 വയസ്സ് കുറഞ്ഞുണ്ട്. ന്യൂ ഇയർ ആയിട്ടേ അച്ഛന്റെ ഒരു തീരുമാനാണ് സ്റ്റൈലായിട്ട് നടക്കട്ടെ എന്നുള്ളത്. ഇവളുടെ അടുത്ത് പിടിച്ചിക്കണ്ടേ? എന്താ ചെയ്യാ മക്കളെ? ഇവളുടെ ഒരു ഗ്ലാമർ മോഹൻലാലിന്റെ ലുക്കായിട്ട് കേറി ചേട്ടാ. സുഖല്ലേ? മനസ്സിലായില്ലേ അച്ഛനെ? അല്ല സുഗുണ, എന്റെ ആടെന്തായി? പ്രസവിച്ച ആട് ഇല്ല. പ്രസവിച്ചു ആടല്ലേ? എന്നിട്ടാ ആടെ എവിടെയാണെന്ന് ചോദിച്ചു നോക്കി. അതെ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനത് വിറ്റുണ്ടാവും എനിക്കറിയാം. ഇവന്റെ കുടി നിർത്താണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടില്ല കേട്ടോ മോളെ. കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേ ഞാൻ നിർത്തിയച്ചാ. എന്തുട്ട്? കള്ളുടി ഞാൻ നിർത്തി. എന്റെ അമ്മ അവിടെ പറയുന്ന കേട്ടു നിർത്തിന്ന്. അത് അറിയാൻ വേണ്ടിട്ട് തന്നെ ഞങ്ങള് വന്ന. സത്യാണ് അച്ഛാ. ചേട്ടൻ നിലത്തോട് കൂടി കുടിയൊക്കെ നിർത്തിയ അവന് കൊള്ളാം. കുറച്ചു കാലം കൂടിയും എന്റെ മോളുടെ ഒപ്പം അവന് ജീവിക്കുക. അളിയനൊന്ന് ലീവാ? ഒരു ജോലി കിട്ടിട്ട് വേണം എനിക്കൊരു ലീവ് എടുക്കാൻ. നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ? ഈ കള്ളുടി കാരണം കളഞ്ഞു തുറച്ചതല്ലേ? നീ ഒന്നും മിണ്ടാണ്ടെന്നാ ശീലേ. നീ അവർക്ക് വല്ല ചായ വെള്ളം എന്തെങ്കിലും കൊടുത്ത പിള്ളേര് ചായ എടുക്കണ്ടേ ചേച്ചി? ഞങ്ങൾ തൃപ്രയ അമ്പലം പോയി വരുന്ന വഴിയാ. അമ്മ നമ്മൾ അവിടെ നല്ല ചൂട് മസാല ദോശ കഴിച്ചു ഞങ്ങള്. അപ്പൊ ഒന്നും വേണ്ട.
ആന്റി മക്കൾക്ക് പാപ്പെടുക്കട്ടെ? എങ്കിൽ ഐസ്ക്രീം തരട്ടെ? എന്നാ വായു, ആന്റി ഐസ്ക്രീം തരാം. മോളെ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പൊ കൊണ്ടുവരാമേ. ഇതാ വെള്ളം. ഇത് ഒരുപാടുണ്ടല്ലോ അമ്മ. എന്തിനാ അത് എപ്പോഴും വരുമ്പോ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നത്? ഭാവയ്ക്ക് മാത്രം എടുത്താൽ മതിയായിരുന്നില്ലേ? വേലമാരെ മുഴുവൻ ചുരിദാറും സാരി നിറഞ്ഞിരിക്കുക. അതൊക്കെ പോട്ടെ മോളെ, അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ മക്കള് സന്തോഷായിട്ടിരിക്കണം. അതാ അച്ഛന്റെ അമ്മേരും സന്തോഷം. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഈ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഒന്നും അല്ല സന്തോഷം. ഈ കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ഒരു ആചാരമാണ്, അല്ല അളിയ? ആചാരങ്ങളിൽ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അളിയ. നമ്മൾ ഈ ആഘോഷങ്ങളും ന്യൂ ഇയറുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സമ്മാനങ്ങളും മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടെന്ന് അറിയും. അവർക്കൊരു പ്രചോദനമായിട്ട് മാറുകയാണ് നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ. മാത്രമല്ല നമ്മുടെ വാക്ക്, പ്രവൃത്തി, ജീവിതം ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായിട്ട് മാറണം. അതാണ് നമ്മുടെ ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അമ്മ പറയാറില്ലേ അമ്മേ, ഭാര്യയെ സ്നേഹിച്ചും പരിഗണിച്ചും ഭർത്താവ് നല്ലൊരു പുതുവർഷ സമ്മാനമായി മാറണമെന്ന്? അതുപോലെ തന്നെയാണ് മോളെ, ഭർത്താവിനെ സ്നേഹിച്ചും അംഗീകരിച്ചും ബഹുമാനിച്ചും ഭാര്യയും ഒരു പുതുവർഷ സമ്മാനമാകണമെന്നുള്ളത്. അത് കേട്ടിട്ടില്ലേ? ഇല്ലേ അളിയ? ആ കാര്യത്തില് ഞാനും ഭാഗ്യവന്മാരാ. അതുപോലെ തന്നെ മക്കളും അച്ഛനമ്മമാർക്ക് സമ്മാനമായി മാറണം. അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കും. അതൊക്കെ ശരി തന്നെ. മക്കളെ സ്നേഹിച്ചും സഹായിച്ചും ഒരു വലിയ സമ്മാനമായിട്ട് തീരണം നമ്മള് മാതാപിതാക്കള്. അത് നീ എനിക്കിട്ട് താങ്ങിയതാണല്ലോ ഗൗരിയെ. ഇതിന് മത്സരിക്കാൻ ഞാനില്ലാട്ടാ. അളിയ, ഈ പുതുവർഷത്തില് നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മധുരമായി മാറാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. ഞങ്ങളെ ചേച്ചി തൃപ്രാർ അമ്പലം പോയി വരുമ്പോഴേ ഞങ്ങള് വൃദ്ധസദനത്തിൽ കയറി. എന്ത് രസം അവിടെ. നല്ല അമ്മമാര്, നല്ല സ്നേഹമുള്ള അമ്മമാര്. ചേട്ടാ നമുക്ക് അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്തൊരു സ്നേഹ അമ്മമാർക്ക്. എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. അത് ചേട്ടാ, നമ്മളവിടെ സ്വീറ്റ്സ് കൊടുത്തോണ്ടിരിക്കുമ്പോഴേ ഒരു വെളുത്ത് നല്ല സുന്ദരിയായിട്ടൊരു അമ്മനെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ചേട്ടനോട് എന്റെ വീടിന്റെ അവിടെ ഒരു നാണിയമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയുടെ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ അടുത്തൊന്നും പോരാൻ തോന്നിയില്ല. എന്ത് രസം സംസാരിക്കാൻ. മോനെ സുഗുണ, നീ എന്ത് ഭാഷ പറയുന്നേ? നീ കള്ളുകൂടി മാറ്റി എന്ന് പറയുന്നത് ശരിയേ? കള്ളുകൂടി നിർത്തിയാരാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ക്ഷീണം. ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ അളിയാ. എന്തല്ലേ ഇന്നലത്തേക്ക് വല്ല ബാലൻസ് ഉണ്ടോ? നിന്റെ പൂച്ചയത് എന്താ ചേട്ടാ അവിടെ നിക്കണേ? ഒന്നുമില്ല, നമ്മുടെ അച്ഛൻ്റെ അടുത്ത് തകർക്കിൽ നിന്ന്. എന്താ നിങ്ങക്ക് ബോറടിച്ചാ? ബോറടിച്ചില്ല. അച്ഛൻ എന്ത് സ്റ്റാർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു മാലോടെ ഇടണം. പോയി ചേട്ടാ അവിടെ. ആരോഗ്യോ ഡ്രസ് പാക്ക് ചെയ്യാ. നല്ല കുട്ടിയായിട്ട് പഠിച്ചോളോട്ടാ. അമ്മ പറഞ്ഞതൊക്കെ കേട്ടോളോട്ടാ മോളെ. ഇന്നൊരു ന്യൂ ഇയർ ആയിട്ട് മുഴുവൻ ഉറങ്ങിയിട്ട് സുഖിച്ചു അല്ലേ? എണീക്കണം. ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ? ഞാനൊന്നേ പുറത്ത് വിട്ട് ഒരു നാരങ്ങ കൊണ്ട് പറയുന്നത്. ഇവിടെ നാരങ്ങയില്ലല്ലോ. ഞാൻ മറന്നു. ഒരു നാരങ്ങ കൊണ്ടില്ല. നീ എൻ്റെ ഡ്രസ് ഒന്നും ഇടേ?
അറിയില്ല എന്ത് ദേഷ്യം ദേഷ്യം പോയപ്പോ കാണാൻ ഭംഗിയായിട്ടാ. പിന്നെ നീക്കന്ന് എന്തോ പേടിക്കണം പറയുന്നുണ്ടായിരുന്നില്ലേ? എന്ത് ജിട്ടി അങ്ങോട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനോ? നിങ്ങൾ വൈകിട്ട് പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു അടിപ്പാവടയും കുറച്ച് ഇന്നോറ് മേടിച്ചിട്ട് കൊണ്ടുവരും. പിന്നെ നിന്റെ ഇത് വാങ്ങിക്കാൻ എനിക്കൊരു ജോലി ശരിയായിട്ട് നിന്റെ പോണം വാങ്ങിക്കല്. നീ എവിടെയെങ്കിലും പോയി വാങ്ങിക്കാൻ ശീല. സകല ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. അത് എന്റെ ഈ കോന്തം മാത്രമായിരിക്കും ഇങ്ങനെ. പെണ്ണേ പൊന്നേ സൂപ്പർ. നീ എന്റെ എല്ലാമല്ലേ പെണ്ണേ പൊന്നേ നീ എന്റെ എല്ലാമല്ലേ ഈണം ഞാൻ മൂളും നീ എന്റെ ജീവിതമല്ലേ ആദ്യമായി കണ്ടപ്പോൾ ആ വിരൽ തുമ്പത്തായി ആ മുഖത്തോടെ നീ തൊട്ടതെന്തേ ആദ്യമായി കണ്ടപ്പോൾ ആ മുഖത്തോടെ നീ ആ വിരൽ തുമ്പിനാൽ തൊട്ടതെന്തേ പൊന്നേ എന്റെ എല്ലാമല്ലേ ഞാൻ എന്റെ പിറ്റ ഞാൻ കൂടി നിർത്തി ഞാനും ഇവരായിട്ട് കൂടി നിർത്തി സൗണ്ട് കേട്ടപ്പോ ഞാന് അമ്പാടിയുടെ സൗണ്ട് കേട്ടപ്പോ ഇങ്ങോട്ട് വന്നതാ. ഞാൻ ഇരിക്കട്ടാ, ഞാൻ കഴിക്കില്ലട്ടാ ചേട്ടാ. രാമ രഘുരാമ നാം ഇനിയും നടക്കാം. രാവിനു മുമ്പേ കനൽ കാട്ടു താണ്ടാം. നോബിന്റെ ശൂലമുനകളിൽ കരേറാം. നാരായ ബിന്ദു വിലകശ്യനെ കാണാം. ശിലയുമൊന്നും നീട്ടിയിര തിരഞ്ഞു ഭാണ്ഡമൊഴിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മല കയറുമീ നമ്മൾ ഒരു വേള ഒരു കാതമേയുള്ളു മുകളിലെത്താൻ. ഇപ്പഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീറ്റും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമാണ്ടാൽ അഗസ്റ്റനെ കണ്ടാൽ പരലുപോലാ താരമിഴിയൊളി പുരണ്ടാൽ കരളിൽ കലക്ക
വിളക്കങ്ങൾ തെളിയുന്ന പുണ്യം ദുരമാണ്ടൊരുടലിന്റെ ശാന്തി ചൈതന്യം ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ വിടാരുമില്ലേ വനപർണശാലയില്ലല്ലോ മനം കാക്കും മുനിയാമഗസ്ത്യനില്ലല്ലോ മന്ദം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുമുരയ്ക്കുന്നതില്ലല്ലോ പശ്ചേമ ശരദശതം ചൊല്ലി നിൽക്കുന്ന പാച്ചോറ്റി കാൺമതില്ലല്ലോ രുദ്രാശമെന്നിയോരാനാഗന്ധിരൻ രുദ്രാതലങ്ങളില്ലല്ലോ അഴലിൻ നിഴൽ കൂട്ടുമർമ്മം ജയിച്ചൊര തഴുതാമ പോലുമില്ലല്ലോ ദാഹം തിളച്ചാവിനാഗമാകുന്നൊര ദിക്കിന്റെ വക്കുപുളയുന്നു ചിത്തങ്ങൾ ചുട്ടുതിന്നാടുന്ന ശിലകളുടെ ചിരി കേട്ടു ചിതയുടെ വെളിച്ചമരുന്നു അന്തിക്കിളി പൂമേനി കൊത്തി പിടിച്ചിരിക്കുന്നു വാക്കുറങ്ങുന്ന മിന്നാമിനുങ്ങിനെ നനച്ചിരിക്കുന്നു മലവാതകുത്തും ഘനച്ചീളുകൾ നക്കി മല ചുറ്റിയിഴയും കരിന്തേളുകൾ മണ്ണിലമയം നുരയ്ക്കുന്ന വേരിന്റെ ഉമിനീരിൽ അപമൃത്യു പിൻവാര് കുത്തിയാർത്തുന്നു എന്താ വരില്ലേ ദാഹമേറുന്നു രാമ ദേഹമിടറുന്നു കിളികൾ പാടുമൊരു ദിക്കുകാണ് അവിടെ നേർത്തനക തേടിയ നൊന്നു പോകാം കാലാൽ തടഞ്ഞതൊരു കൽച്ചരലു പാത്രം കയ്യാലെടുത്തതൊരു ചാവുകിളി മാത്രം കരളാൽ കരഞ്ഞതൊരു കഞ്ചിവിടുവെള്ളം ഈരാൽ പിറപ്പു വെറുമൊറ്റ മൊഴി മന്ത്രം രാമ രഘുരാമ നാം ഇനിയും നടക്കാം രാവിനു മുമ്പ് കനൽ കാടു താണ്ടാം രാമ രഘുര നിർത്തറ അയ്യോ അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ സുരേഷനും പിന്നെ സുരേഷനും പേരാ പതിരിയ സുരേടെ കുറച്ചുകൂടെ കുടിച്ചാ വെള്ളം കുടിക്കാൻ മതി മതി ഞാൻ പറഞ്ഞില്ല അത് കഴിക്കുന്നത് അതേ വീണ്ടും വൈറ്റം എടുത്തു കൊടുത്തു. അയ്യോ അത് വൈറ്റമിന് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ ഇതൊക്കെ പറഞ്ഞില്ല. എന്നാ നമ്മള് ന്യൂ ഇയർ അല്ലേ? ഒരുപാടല്ലേ വന്നുള്ളൂ.
ആളെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ടെൻഷൻ നമുക്ക് ക്രിസ്മസ് സമാധാനപ്പെട്. സമാധാനപ്പെട്. നമ്മളെന്തായാലും കൂടി സമാധാനപ്പെട്. ഞാനും അമ്പാടിയും കൊണ്ടാക്കി കുഞ്ഞി പെണ്ണേ വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ? സോറി ഷീലെ, പറ്റിപ്പോയി. നന്നാവില്ല നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. പറ്റിപ്പോയി, ക്ഷമിക്കണം. കേക്ക് മുറിക്കണം. ന്യൂയറല്ലേ, കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കണ്ടേ നമുക്ക്? നീ കേക്ക് മുറിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ നമുക്ക് കേക്ക് മുറിക്കാട്ടാ. നമുക്ക് കേക്ക് മുറിക്കാം. അടിച്ച് പൊളിക്കണം നമുക്ക്. ന്യൂയർ നമ്മള് തകർക്കും. കേക്ക് വന്നു, കേക്ക് വന്നു, കേക്ക് വന്നു, കേക്ക് വന്നു, അമ്മാനച്ഛന്റെ കേക്ക് വന്നു. അത് കേക്ക് കുടിക്കണ്ട. ഹാപ്പി ന്യൂ ഇയർ. ഒരു സമ്മാനമുണ്ട് മോളമ്മയ്ക്ക്. ചില നീ പറഞ്ഞത് പാൻ എന്താ പറ്റിയത് എനിക്ക് അറിയുന്ന ശീല. ന്യൂ ഇയർ ആവണമെന്നൊന്നും ഇല്ല സുഗുണ ഒരാൾക്ക് നന്നാവാനായിട്ട്.